ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. സത്യം പറഞ്ഞാൽ എന്നിട്ടും ഉറക്കം പോയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ, ആരാ കൂടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ പോയി റെഡി ആയിട്ട് കാണും. അങ്ങനെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് സമയം ആൾ 9:30 ആകുമ്പോഴത്തേക്കും വൈറ്റിലയിൽ വരും. അപ്പം ഞാൻ താമസിച്ചു, നല്ലപോലെ താമസിച്ചു. അപ്പം പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അതാണിപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്, ബസ്സൊക്കെ കയറിയിട്ടുള്ള വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താമസിച്ചത് തന്നെ വീട്ടുകാർ വീട്ടിൽ നിന്ന് വിളിച്ച് ഫുഡ് കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. ആളവിടെ നിന്ന് നേരത്തെ ഇറങ്ങുകയും ചെയ്തിരുന്നു, നേരത്തെ ട്രെയിനിന് വരികയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ തൃപ്പൂണിത്തറയൊക്കെ എത്തിയപ്പോഴത്തേക്കും വിളിച്ചായിരുന്നു. തൃപ്പൂണിത്തറയിൽ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ. തൃപ്പൂണിത്തറയിൽ കൊണ്ട് മെട്രോയ്ക്ക് കയറി വരികയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എത്തി. എന്നിട്ട് ആളവിടെ പോസ്റ്റായി. ലാസ്റ്റ് അവിടെ ചായ കുടിച്ചിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ചെന്നത്. അപ്പം ഞാൻ വയറ്റിലേൽ ബസ് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പോയപ്പോൾ അവിടെ ജസ്റ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ആരും കിടത്തി വിടത്തില്ലെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഫോണൊക്കെ ഓഫാക്കിയിട്ട് നേരെ കവച്ച് ചാടിക്കിടന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, എൻ്റെ കൂടെയുള്ള ആൾ. മൈ വുഡ് ബി എന്നൊക്കെ പറയാമെന്നില്ല, വുഡ് ബി ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചായയും കട്ട്ലേറ്റും ഒക്കെ പറഞ്ഞു. ആൾ ചായയും 2 കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് വെറുതെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും ലിഫ്റ്റ് കയറാമെന്ന് വിചാരിച്ച് ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്കും പെട്ടെന്ന് എത്തി. പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്കും മെട്രോ വന്നു, അതിൽ കയറി ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഇരുന്നിട്ട് ലുലുവിലെത്തിയപ്പോഴത്തേക്കും എടപ്പള്ളിയെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ലുലുവിൻ്റെ തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ തവണയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച, ഏതോ ഒരു ഞായറാഴ്ച ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടെ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എടപ്പള്ളിയിൽ പള്ളിയിൽ പോയ സമയത്ത് 10:15 ഒരു കുർബാനയ്ക്ക് വന്ന സമയത്ത് ഞങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് നേരെ ലുലു മാളിൽ കറങ്ങാൻ വേണ്ടിയിട്ട് പോയിരുന്നു ചെയ്തത്. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് വെറുതെ എനിക്കും ജോലിയില്ല, ആൾക്കും ജോലിയില്ലാത്തതുകൊണ്ട് പിന്നെ കറങ്ങാമെന്ന് വിചാരിച്ച്. കുറേ നാൾ കൂടിയാണ് ഇപ്പം ഇവിടെ വന്നത്, എറണാകുളത്തിന് വന്നത്. അപ്പോൾ എല്ലാം കറങ്ങി കണ്ട് പിന്നെ ഇവിടെ ആൾ ലുലു മാളിൽ വർക്ക് ചെയ്തതാണ്. ആൾ മാത്രമല്ല, ഞാനും ചെയ്തതാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിലും കോട്ടയത്തും ചെയ്തിരുന്നു. പിന്നെ ആൾക്ക് പരിചയമുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആളെയും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഇപ്പം ഓ കൊള്ളാം. ഓ ഇതാണ് നീ പറഞ്ഞ സാധനം വേണമെന്ന് പറഞ്ഞേ. ഓ ഇതൊക്കെ മേക്കപ്പ് പൗച്ചൊക്കെ ഇപ്പോൾ കാണിച്ച ട്രോളി ബാഗ് നേരത്തെ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബാഗാണ്. പക്ഷേ റേറ്റ് 5000 മിച്ചം അത്ര ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ആൾ കോട്ടയത്തേക്ക് പോയി, ഞാൻ തിരിച്ചു വരികയും ചെയ്തു കേട്ടോ ഹോസ്റ്റലിലേക്ക്. അപ്പം മമ്മി കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പപ്പടം, എന്താ ഇതിന് പറയുന്ന പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു കപ്പലണ്ടിയുടെ രീതിയിലുള്ള ബിസ്ക്കറ്റ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി, കൂടെ എന്താ നമ്മുടെ കൂടെ പിടിയും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിടിയും കോഴിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഞാൻ ജസ്റ്റ് മമ്മിയോട് വെറുതെ ചോദിച്ചു ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.